ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണിത്. അതായത് നമ്മുടെ RRB അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ NVS പറ്റി ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ KVS കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ വന്നൊരു ചോദ്യമാണ്, സാറേ എനിക്ക് PG ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്, പക്ഷെ B.Ed ഇല്ല എന്നുള്ള ഒരു കാര്യം. നമ്മൾ ടീച്ചിങ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റേറ്റിലും ഓരോ തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഓരോ തരത്തിലുള്ള ഡിഗ്രിയും B.Edഉം BLEDയും അല്ലേ BLDEയും പല രീതിയിലുള്ള കോഴ്സുകളാണ്. പക്ഷെ നമ്മൾ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ടെസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഗ്രാജുവേറ്റ് TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നാഷണലൈസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് B.Ed ഉണ്ടായിരിക്കണം, പ്ലസ് C.TET ഉണ്ടായിരിക്കണം. അതിൽ ചില കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്, ചിലതിൽ അത് സ്റ്റേറ്റ് ടെറ്റ് മാത്രം മതി. മെയിൻ ആയിട്ട് C.TET വേണം, C.TET ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നമ്മുടെ കേരളത്തില് B.Edന് പകരം അല്ലെങ്കിൽ MPhil മതി, അല്ലെങ്കിൽ നെറ്റ് മതി, PhD എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് കോളേജിയറ്റ് എഡ്യൂക്കേഷന് പറ്റും. പക്ഷെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കയറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ B.Ed വേണം. അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട്. പലരും 2 വർഷം പോയി പഠിക്കണമല്ലോ, നിങ്ങൾ മുന്നേ അറിഞ്ഞിട്ടുള്ള ന്യൂസാണ്, മുന്നേ വന്നിട്ടുള്ള ന്യൂസാണ്, 1 മാസം മുമ്പ് വന്നിട്ടുള്ള ഒരു റിമൈൻഡർ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം, ഈ വീഡിയോ എത്തിക്കുക. അങ്ങനെ ആഗ്രഹമുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുക, തീർച്ചയായിട്ടും എത്തിക്കുക. അതായത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. ഇതിന്റെ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജസിലൂടെയും കമന്റ്സിലൂടെയും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റിലേ പറയാം, നമ്മുടെ NCT നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT പുതിയൊരു പ്രപ്പോസൽ കൊണ്ടുവന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് 1 വർഷത്തെ 1 ഇയർ B.Ed M.Ed കോഴ്സുകൾ. ഓക്കെ, 10 വർഷത്തിന് ശേഷം. ഓക്കെ, 2010 1 വർഷത്തെ, നമ്മളൊക്കെ B.Ed പഠിച്ചത് 1 വർഷത്തെ B.Ed ആയിരുന്നു. ഡിഗ്രി ഉള്ളപ്പോൾ തന്നെ 1 വർഷത്തെ B.Ed എടുക്കാൻ പറ്റി. പക്ഷെ പിന്നീട് 2014 ശേഷം 1 വർഷത്തെ B.Ed 2 വർഷമായിട്ട് മാറ്റി. വീണ്ടും NCT അവരുടെ ബൈലോ ഒക്കെ മാറ്റിയിട്ട് B.Ed ആൻഡ് M.Ed കോഴ്സ് ഒറ്റ വർഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്, സാധാരണ B.Ed 2 ഇയർ B.Ed ഉണ്ട്, 3 ഇയർ B.Ed ഒക്കെ ഉണ്ട്. അത് കൂടാതെ 1 ഇയർ B.Ed ആൻഡ് M.Ed ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 1 ഇയർ B.Ed കോഴ്സ്. ഈ 1 ഇയർ M.Ed ആൻഡ് B.Ed കോഴ്സ് പല അതായത് അവർ പറഞ്ഞിരുന്നത് 2026-27 അക്കാഡമിക് ഇയറുകളിൽ ഇത് നടപ്പിലാക്കും, അക്കാഡമിക് സെക്ഷനിൽ ഇത് നടപ്പിലാക്കുമെന്നാണ് NCT പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും തന്നെ അതിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അന്വേഷിക്കാവുന്നതാണ്, തിരക്കാവുന്നതാണ്. പുറത്തോട്ടൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുള്ള, ഔട്ട് ഓഫ് കേരള പോയി കേരളത്തില് പല യൂണിവേഴ്സിറ്റികളും അതിന്റെ അറിവ് വന്നിട്ടുണ്ട്. എനിക്ക് എൻട്രൻസിനുള്ള സമയമായിട്ടുള്ളൂ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിലവില് 1 വർഷത്തെ കോഴ്സാക്കി നമ്മുടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം, അല്ലെ, 2020 പ്രകാരം B.Edന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, B.Edന്റെ ക്വാളിഫിക്കേഷൻ, B.Edന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു B.Ed ആൻഡ് M.Ed, B.Edഉം M.Edഉം 1 ഇയർ ആക്കി. കാരണം NEP 2000 വരുമ്പോഴത്തേക്ക് പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് പുതിയ തലത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ. പണ്ട് നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള ഒരു സെക്ഷൻ, പിന്നെ 11ഉം 12ഉമുള്ള അടുത്ത സെക്ഷൻ, പിന്നെ 3 ഇയർ ഡിഗ്രി. ഇതായിരുന്നു നമ്മുടെ, അതായത് 10+2+3 എന്ന് പറയുന്ന കോത്താരി കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് NEP 2020 വരുമ്പോഴത്തേക്ക് പുതിയ സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം എക്സാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു പുതിയ സിസ്റ്റം പ്രകാരം നമുക്കറിയാം ഏത് ലെവലിലാണ്, അതായത് ഒരു ഏറ്റവും താഴെ ഒരു എന്താ പറയാ, ഒരു ഫങ്ഷണൽ സ്റ്റേജ്, അല്ലെ, ഏറ്റവും താഴെയായിട്ട് ഒരു ഫങ്ഷണൽ സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫങ്ഷണൽ സ്റ്റേജ്, ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതുപോലെ തന്നെ ഒരു മിഡിൽ സ്റ്റേജ്,
ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സെക്കൻഡറി സ്റ്റേജ്. ഈ ഒരു ലെവലിലാണ് NEP 2020 എന്ത് ചെയ്യുന്നത്, ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അതായത് പ്രീ സ്കൂള് അല്ലെങ്കിൽ നമ്മള് ബാലവാടി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് ഫങ്ഷണൽ സ്റ്റേജിലേക്കാണ്, ഫങ്ഷണൽ സ്റ്റേജിലേക്കാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലേ. അതിൽ തന്നെ 6 to 6 to 8 ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 to 8 to 11 എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റേജ്, പിന്നെ 11 to 14 എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ്, പിന്നെ 14 to 18 എന്ന് പറയുന്ന ലാസ്റ്റ് 14 to 18 എന്ന് പറയുന്ന സെക്കൻഡറി സ്റ്റേജ്. ഈ സെക്കൻഡറി സ്റ്റേജിലേക്കാണ് 18 ഇയേഴ്സ് 14 to 18 ഇയേഴ്സ് സെക്കൻഡറി സ്റ്റേജ്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ ഒരു ന്യൂ അക്കാഡമിക് സിസ്റ്റം NEP 220 കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സിസ്റ്റം ഒക്കെ ഇപ്പൊ ഇവോൾവ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രകാരമാണ് നിങ്ങളുടെ CTET ഇപ്പൊ വിളിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് തരാം. CTET നിർബന്ധമാക്കി. CTET നമുക്കറിയാം, CTET 1 ഉണ്ട്, CTET 1 ഉണ്ട്, CTET 2 ഉണ്ട്. CTET 2 എന്ന് പറയുന്നത് BEdകാർക്ക് മാത്രം എഴുതാൻ പറ്റുന്നതാണ്. CTET 2 എന്ന് പറയുന്നത് BEd, ഓൺലി BEd, അതായത് 6 മുതൽ അല്ലേ, അതായത് ഏകദേശം ഹൈസ്കൂൾ ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് CTET 2 എന്ന് പറയുന്നത്. ബാക്കി CTET 1 എന്ന് പറയുന്നത് അത് രണ്ടുപേർക്ക് DLEdകാർക്കും TTCകാർക്കും എഴുതാവുന്നത് CTET 1 എഴുതാൻ രണ്ടും എഴുതാം. ഇപ്പൊ അങ്ങനെ ഉണ്ട്, മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ BEdകാർക്ക് ഒരെണ്ണം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു സെക്കൻഡറിയുടെ താഴെ വരെ നിൽക്കുന്ന സ്റ്റേറ്റിലേക്കാണ് മീൻസ് CTET എപ്പോഴും. അതുകൊണ്ടാണ് PG ടീച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കുമ്പോൾ ഒരിക്കലും ടെറ്റ് ആവശ്യപ്പെടാത്തത്. നാഷണൽ ലെവൽ ടീച്ചർ ടെസ്റ്റിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും എന്ത് വിളിക്കത്തില്ല, CTET പറയത്തില്ല. PG + BEd എന്നേ പറയത്തില്ല. കാരണം BEd ഉള്ളവർക്ക് CTET 2 ഉള്ളൂ. CTET 2 എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി തലം വരെയുള്ള അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CTET 2 എന്ന് പറയുന്നത്. പ്രൈമറി വരെ പഠിപ്പിക്കുന്നതിനാണ്, അപ്പർ പ്രൈമറി ആൻഡ് ലോവർ പ്രൈമറി പഠിപ്പിക്കുന്നതിനാണ് CTET 1 എന്ന് പറയുന്നത്. അതായത് നാഷണലൈസ്ഡ് സ്കീമിൽ പറഞ്ഞ PRT, പ്രൈമറി ടീച്ചർ, PT എന്ന് പറയുന്ന പ്രൈമറി ടീച്ചർ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CTET 1. അതുപോലെ TGT, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ പഠിപ്പിക്കുന്നതിനാണ് CTET 2 വേണ്ടത്. എന്നാൽ PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലും CTET വേണ്ട. PG + BEd ആണ്. അതും ചില അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് കാരണം ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും CTET നിർബന്ധമാക്കണമെന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നിലവിലുള്ള സ്ഥിതി ഇപ്പൊ അങ്ങനെയല്ല, അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതിന്റെ ഓർഡറൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു സ്ഥിതി വന്നതുകൊണ്ട് ഈ ഫങ്ഷണൽ സ്റ്റേജ് എന്നും മിഡിൽ സ്റ്റേജ് എന്നും പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നും സെക്കൻഡറി സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള NEP 220 ആ ഒരു ലെവലിലേക്ക് വന്ന സമയത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ NEP BEdും MEd കോഴ്സും ഒറ്റ വർഷത്തെ കോഴ്സാക്കി മാറ്റിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒറ്റ വർഷത്തെ കോഴ്സ് അവര് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് പറയുന്നത് എലിജിബിലിറ്റി ഇവിടെ പറഞ്ഞിട്ട്, എലിജിബിലിറ്റി ടു ബി എലിജിബിൾ ഫോർ 1 year BEd സ്റ്റുഡന്റ് മസ്റ്റ് ഹാവ് എ 4 year അണ്ടർഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതായത് നിങ്ങൾ BAയും ഓർ BSCയോ ഓർ BComോ എടുത്തിട്ട് പ്ലസ് ഇതിന്റെ കൂടെ ഇതിന്റെ ഏതെങ്കിലും PG ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി പ്ലസ്, അതായത് ദാറ്റ് മീൻസ് DC + PG. നിങ്ങൾക്കൊരു ഡിഗ്രി കോഴ്സും അതിന്റെ തന്നെ PG ഉണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷത്തെ BEd പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ only 1 year BEd പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഒറ്റ വർഷത്തെ BEd പഠിച്ചാൽ മതി. അതുപോലെ തന്നെ to be eligible for 1 year MAd student must have BEd degree with at least 55% മാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് BEd ഡിഗ്രി എടുത്തവർക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ, 55% മാർക്ക് ഉണ്ടെങ്കിൽ 1 വർഷത്തെ MAd കോഴ്സും ചെയ്യാവുന്നതാണ് എന്നവർ പറയുന്നു. ഇതിന് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിന്, അതായത് ഒരു ഡിഗ്രി പ്ലസ് PG ഉണ്ടെങ്കിൽ 1 year BEd ചെയ്യാം. അതുകൂടാതെ നമ്മുടെ കേരളത്തില് അത് ഇപ്പം നമ്മുടെ കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കോഴ്സ് ഉള്ളത്. ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്, അതായത് 4 year
4-year ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് ഉണ്ട്. ആ 4-year ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പഠിച്ചവർക്കും 1 year B.Ed കോഴ്സ് ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ BA ഓർ BSc ഓർ BCom ഉള്ളവർക്ക്, വെറും ഡിഗ്രി മാത്രമുള്ളവർക്ക് 2 year തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഡിഗ്രി, പലരും ഒരുപാട് കോളുകൾ എനിക്ക് വന്നതിലുണ്ട്, ആയിരക്കണക്കിന് പേര് വിളിച്ചവരിലുണ്ട്. ഡിഗ്രിയും PGയും MPhil ഒക്കെ ഉള്ളവരുണ്ട്, എന്താണ് നെറ്റ് ഉള്ളവരുണ്ട്. പക്ഷെ B.Ed ഇല്ലാത്തതിന്റെ പേരിൽ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കേൾക്കുക, സുവർണ അവസരമാണ്, അന്വേഷിക്കുക. ഓക്കെ, PG ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച വിഷയത്തിലാണ് നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 year B.Ed ചെയ്താൽ മതി. ഇനി നിങ്ങൾ ആരെങ്കിലും 4-year ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള DC ആണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 year B.Ed ചെയ്താൽ മതി. അതുപോലെ തന്നെ M.Ed 1 വർഷം ആക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാം, 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് M.Ed എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മളെ ടീച്ചിങ് ഫ്ലെക്സിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതാക്കിയത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിന്റെ റിലാക്സേഷൻ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ അവര് നമ്മുടെ NEP പറയുന്നുണ്ട്. അതായത് എംഫസൈസ് ഫ്ലെക്സിബിൾ ലേണിംഗ് പാത്വേസ് ആൻഡ് റിസർവ് എൻട്രി ഓപ്ഷൻസ് ഫോർ ആസ്പയറിംഗ് എഡ്യൂക്കേറ്റേഴ്സ്. അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള ധാരാളം പേരുണ്ട്, അവരെ മുന്നോട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. 2014 നമ്മൾ നിർത്തിയ അടുത്ത് നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ് 1 yearലേക്ക്. 2014 നമ്മൾ സ്റ്റോപ്പ് ചെയ്തെങ്കിലും NEP ഈ 2 year B.Ed 1 year B.Ed സ്റ്റോപ്പ് ചെയ്തിട്ട് 2 yearലേക്ക് മാറിയെങ്കിൽ വീണ്ടും നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നു. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനോട് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് PG ഉണ്ടോ, നിങ്ങൾ എടുത്ത DCയിലാണോ, നിങ്ങൾ എടുത്ത ഡിഗ്രി കോഴ്സിലാണോ നിങ്ങൾക്ക് PG ഉള്ളത്, നിങ്ങൾക്ക് 1 year B.Ed ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ചെയ്യാം. അതുപോലെ നിങ്ങൾ എടുത്ത ഒരു 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണോ, DC ആണോ എങ്കിലും നിങ്ങൾക്ക് 1 year B.Ed ചെയ്യാം. നിങ്ങൾക്ക് B.Edന് 55% മാർക്ക് ഉണ്ടോ, നിങ്ങൾക്ക് M.Ed 1 year ചെയ്യാം എന്നുമാണ് ആര് പറയുന്നത്, NCTയുടെ പുതിയ നോംസിൽ പറയുന്നത്. അത് 2026 അക്കാഡമിക് ഇയറിൽ അവർ പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് പല യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും അതിന്റെ എൻട്രൻസ് എക്സാം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ അറിയിക്കാനാണ്. അതായത് 1 year B.Edലേക്കുള്ള 1 year B.Ed ആൻഡ് M.Ed കോഴ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമുകൾ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ഈ കോഴ്സിലേക്ക് വരിക. കാരണം ഈ വരും വർഷങ്ങളിൽ 25-26 വർഷങ്ങളിൽ ഒരുപാട് വേക്കൻസികൾ, അതിന്റെ കൂട്ടത്ത് തന്നെ നിങ്ങൾക്ക് CTET എഴുതിയെടുക്കുവാനും പറ്റും. ഓക്കെ, CTETനെ കുറിച്ച് ഡീറ്റെയിലിംഗ് തരാം, അതിന്റെ അപ്ഡേഷൻസ് തരാം. ഉടനെ തന്നെ CTET വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CTET എഴുതിയെടുക്കാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നാഷണൽ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് 2025-26 കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസുകൾ തരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ടീച്ചർ വേക്കൻസികളിലെ പോസ്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ KVSലും NVSലും EMRSലും DSSBയിലും ഒക്കെ ധാരാളമായിട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നേടാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പം നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ എൻട്രൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ B.Ed ഇല്ലാത്തവർ B.Ed കംപ്ലീറ്റ് ആക്കുക. M.Ed ചെയ്യാൻ ആഗ്രഹമുള്ളവർ M.Ed 1 year കൊണ്ട് കംപ്ലീറ്റ് ആക്കുക. ഇനി B.Edഉം M.Edഉം ഉണ്ട്, പക്ഷെ CTET ഇല്ല. CTET ഇല്ലാത്തവരും അത് എഴുതിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഉടൻ തന്നെ CTET വിളിക്കുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒരിക്കൽ കൂടി ലാസ്റ്റ് ഒന്നുകൂടി പറയുന്നു, ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, നമ്മളിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന RRB ടീച്ചറിന് ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമന്റ് സെക്ഷനിലും അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് RRB ടീച്ചർ ഓൺലൈൻ കോഴ്സിനും അതുപോലെ കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, LPUP ലോങ് ടേം, UPയുടെ ഇന്റർവ്യൂ ബാച്ച്, അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ച്, ഇതിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അന്വേഷിക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് സെക്ഷനിലൂടെ നിങ്ങളെ സംശയം ചോദിക്കുകയും അല്ലാത്തവര് വിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ച് ചോദിക്കാം. പരമാവധി കോളാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പഠനം ആരംഭിക്കുകയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ പഠിക്കാനിരിക്കുന്നവര് അതൊരു ഒരു 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 ബേസായി കണ്ടുകൊണ്ട് ഇനി വരാൻ പോകുന്ന, ഇനി ഉടനെ തന്നെ നടക്കാൻ പോകുന്ന EMRS പോലുള്ള NVS പോലുള്ള KVS പോലുള്ള എക്സാമിന് വേണ്ടി അതൊരു പ്രിപ്പറേഷന്റെ ഒരു ബേസ് ആയിട്ട് തുടരുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക, കോഴ്സിനെ പറ്റി അറിയുന്നതിന് വേണ്ടി അന്വേഷിക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ
ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് വരുന്ന എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു എന്താ പറയുക, പഠന സരണി നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്.